കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ചില വേരുകൾ തേടുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. വേരുകൾ. അതൊരു വലിയ കഥയാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി പഴയ കഥയാണ്, പക്ഷേ പുതിയ തലമുറ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കഥയാണ്, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ സ്റ്റുഡൻസ്. സായുധ വിപ്ലവം ഉപേക്ഷിച്ച് ജനാധിപത്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വന്ന കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. 4 മാസം റഷ്യയിൽ താമസിച്ച് മടങ്ങി വന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകാൻ അന്തിമമായി തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് ഒരു എലിമിനേഷൻ തിയറിയിൽ അവർ വിശ്വസിച്ചിരുന്നു. അതായത് അന്തിമമായി ശത്രുവിനെ സംഹരിച്ച് തന്നെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടപ്പിലാക്കുക, രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ തന്നെ ലോകത്ത് അധികാരം പിടിച്ചെടുക്കണമെന്നതായിരുന്നു. എന്നാൽ രക്തരഹിതമായ വിപ്ലവത്തിലൂടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകാൻ കമ്മ്യൂണിസ്റ്റുകൾ തീരുമാനിക്കുന്നു. 1950 ഡിസംബർ റഷ്യൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിന്റെ നിർദ്ദേശമനുസരിച്ച് റഷ്യ സന്ദർശിച്ചത് 4 പേരാണ്. ജനറൽ സെക്രട്ടറി അജോയ് ഘോഷ്, PB അംഗങ്ങളായ എസ് എ ഡാംഗെ, ബസവ പുന്നയ്യ, രാജേശ്വര റാവു എന്നിവർ 4 മാസം റഷ്യയിൽ താമസിച്ച് സ്റ്റാലിനുമായി സംസാരിച്ച ശേഷമായിരുന്നു മടക്കം. യാത്രയ്ക്ക് വഴിയൊരുക്കിയത് നിഖിൽ ചക്രവർത്തിയും ബെർലിൻ കുഞ്ഞനന്ദൻ നായരും നേതൃത്വം നൽകിയ സംഘം. കൊൽക്കത്തയിലെ ഡയമണ്ട് ഹാർബറിൽ നിന്ന് 4 പേരും ബോട്ടിൽ കയറിയതുവരെയുള്ള വിവരങ്ങൾ അക്കാലത്ത് തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീടുള്ളത് ദുരൂഹമായിരുന്നു അടുത്ത കാലം വരെ. റഷ്യയുടെ KGB അറിയിച്ചതനുസരിച്ച് പുറംകടലിൽ നങ്കൂരമിട്ടിരുന്ന മുങ്ങിക്കപ്പലിൽ കയറി. ആ മുങ്ങിക്കപ്പലിൽ കൊളംബോയിൽ നിന്നും വിമാനത്തിൽ ബെയ്റൂട്ടിൽ, അവിടെ നിന്ന് വിമാനത്തിൽ സൂറിച്ചിൽ നിന്ന് പ്രാഗിൽ നിന്ന് മോസ്കോയിലേക്ക് റഷ്യയുടെ സർക്കാർ വിമാനം. നിരോധനത്തിൽ നിന്ന് പുറത്തു കടന്ന് പൊതുധാരയിൽ പ്രവർത്തിക്കാൻ ധാരണ. ജവഹർലാൽ നെഹ്റുവുമായുള്ള റഷ്യയുടെ അടുപ്പവും തീരുമാനത്തിന് കാരണമായി. ഒളിപ്പോരുകൾ പ്രായോഗികമല്ലെന്നും ജനാധിപത്യ വഴി സ്വീകരിക്കാമെന്നുമായിരുന്നു യാത്രയിലെ തീരുമാനം. അതോടെയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ മത്സരിച്ചതും AKG ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ എത്തിയതും. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായത്. അതെ, അതാണ് ഒരു വലിയ ചരിത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളൊക്കെ നമ്മൾ എന്തിനിത് അറിയണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹ ജീവികളാണ്. നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത്, എങ്ങനെയാണ് അവർ രക്തരൂക്ഷിതമായ വിപ്ലവം വേണ്ടെന്ന് വെച്ചത്, അതൊക്കെ അറിയണം.